2024 ജൂൺ മാസം 1-ാം തീയതി മുതൽ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ വിവിധ നടപടിക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വരും. ആധാർ അധിഷ്ഠിത eKYC ചെയ്തേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ വിരൽ പതിക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷൻ സംവിധാനത്തിലൂടെ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. 60 ലക്ഷത്തോളം പേർ സാമൂഹ്യ സുരക്ഷാ ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വാങ്ങുന്നവർ, റേഷൻ വാങ്ങുന്ന റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ ഇനി ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നേരിട്ട് ആധാറിൻ്റെ കോപ്പിയുമായിട്ട് എത്തിച്ചേർന്ന് ആധാർ അധിഷ്ഠിത eKYC ചെയ്യേണ്ടതാണ്. അല്ല എങ്കിൽ വിരൽ പതിച്ചിട്ടുള്ള മസ്റ്ററിംഗ് ചെയ്യുകയും വേണം. ബയോമെട്രിക് മസ്റ്ററിംഗ് ജൂൺ മാസം മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരുന്നത്. തീയതി കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ജൂൺ മാസം 1-ാം തീയതി മുതൽ PM കിസാൻ നിധിയുടെ പുതുക്കൽ ആരംഭിക്കുകയും ഇതുവരെയും പുതുക്കൽ പ്രക്രിയ ചെയ്യാത്തവർക്ക് eKYC പൂർത്തിയാക്കാൻ സമയവുമുണ്ട്. കാരണം PM കിസാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ വൈകിയായിരിക്കും വിതരണം നടത്തുക. അതുകൊണ്ട് തന്നെ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ലാത്തവർ ഈ മാസം തന്നെ KYC പൂർത്തീകരിക്കുക. ആധാറിൻ്റെ കോപ്പിയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുള്ള ഫോണും കൂടെ കയ്യിൽ കരുതണം. OTP അധിഷ്ഠിത KYC ഉണ്ട്, അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഉണ്ട്. കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി 300 രൂപയോളം ലഭിക്കുന്നുണ്ട്.